ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നോമ്പ് കാലത്ത് നമുക്ക് ചിന്തിക്കുവാൻ പറ്റിയ ഒരു വിഷയം, ശിഷ്യന്മാർക്ക് എന്ത് പ്രതിഫലമാണ്? പ്രതിഫലം കൂടാതെ സുവിശേഷം പ്രസംഗിക്കുക എന്നത് തന്നെ. ശിഷ്യന് ആവശ്യമായ യോഗ്യത എന്താണ്? യോഗ്യതയില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. യേശു തനിക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാർക്കുള്ള പ്രതിഫലം എന്താണ്? ഗുരു തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഫലം. അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് അവസാനത്തേക്ക് അവൻ മാറ്റിവെച്ചു. അന്ന് രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് അരുൾ ചെയ്തു, ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുവിൻ. അങ്ങനെ ഞാനും നിങ്ങളും ഒന്നായി മാറും. ഈ നോമ്പുകാലത്ത് നമുക്കും കർത്താവിൻ്റെ ഒരു ശിഷ്യനായി മാറാം. ഏവർക്കും പ്രാർത്ഥനാ നിർഭരമായ നോമ്പുകാലം ആശംസിക്കുന്നു.